ഹലോ അനീഷേ, ഇത് കണ്ടായിരുന്നു? ഈ സംഭവം ഒന്ന് നോക്കിയിട്ട് ഇതനുസരിച്ച് ഒരു നല്ല വീഡിയോ ചെയ്യണം. ഇത് കണ്ടിട്ട് നല്ല സൂപ്പർ ഒരു വീഡിയോ ചെയ്യണം, മറന്നു പോകല്ലേ. എന്നിട്ട് എന്നെ സമയം പോലെ സൗണ്ട് ക്ലിയർ ആയ എന്നെ തിരിച്ചു വിളിക്കണം, മറന്നു പോകല്ലേ. ഓക്കെ, മറക്കല്ല, അത്യാവശ്യമായിട്ട് എന്നെ തിരിച്ചു വിളിക്കണം, സുഖം ആയാലുടനെ ഒക്കെ വന്നിട്ട് ഇതുപോലെ ഒരു ഒരു എന്താ പറയുക, ഒരു കലാകാരൻ മരിച്ചുപോയി, അവർക്ക് കയറി കിടക്കാൻ പറമ്പില്ല ബിഷപ്പെ, എവിടെയെങ്കിലും ഒരു ഇച്ചിരി സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണായ സ്ഥലം കൊടുത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഉപകാരമാണ് ചെയ്തത്. പക്ഷെ ഈ നാറി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അദ്ദേഹം അറിഞ്ഞോ? അറിഞ്ഞില്ല. അതിപ്പം പിള്ളേരുടെ പേരിലാണ് അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുന്നത്, ആ രണ്ട് മക്കളുടെ പേരിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത്, അല്ലാതെ രേഷ്മ പി തങ്കച്ചന്റെ പേരിലല്ല. ഓക്കെ, നിങ്ങളെ ഞാനൊരു വോയിസ് കേൾപ്പിക്കാം. ഇത് നിങ്ങൾ കേട്ടിട്ട് ഇതെന്താണ് ഇവരിങ്ങനെ പറയാനുള്ള കാരണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതുപോലെ നിരവധി വോയിസ് മെസ്സേജ് ആണ് അദ്ദേഹത്തിന് വരുന്നത്. അദ്ദേഹം ഈ ഒരു നോമ്പ് കാലത്ത് അദ്ദേഹം സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന്റെ സേവനങ്ങൾ കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറെ കുരുക്കുത്തുകൾ വിളിച്ച് അദ്ദേഹത്തെ പ്രാകുകയാണ്. അദ്ദേഹം ഒരു ആത്മീയ മനുഷ്യനാണ്, ആത്മീയമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ നോയമ്പിന്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം നോമ്പെന്ന് വെച്ച് അദ്ദേഹം ആ ഒരു രീതിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ വിളിച്ച് അദ്ദേഹത്തെ പ്രാകുന്നു. നിങ്ങൾ ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കിയേ, എന്നിട്ട് ഞാൻ പറയാം. അച്ഛൻ എന്തുദ്ദേശത്തിലാണ് ഈ രേണുസുതിക്ക് ഈ വീട് കൊടുത്ത് അവിടെ പാർപ്പിച്ചിരിക്കുന്നത്? ഇപ്പൊ ആ വീട്ടിൽ നിന്നിട്ടാണ് അവള് മെമ്പർഷിപ്പ് എടുത്തിട്ട് ലൈവിൽ വന്ന ഇവിടെ പറയുന്നത് കേട്ടോ. അച്ഛൻ എന്ത് ഉദ്ദേശത്തിലാണ് ആ വസ്തുവും പറമ്പും രേഷ്മയ്ക്ക് കൊടുത്തതാണ് എന്ന് പറയുന്ന ബിഗ് ബോസ് സെലിബ്രിറ്റിയും സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അദ്ദേഹം ഞാൻ സോഷ്യൽ മീഡിയയിൽ എനിക്ക് പലരും ഒരു വീഡിയോ അയച്ചു തന്നു. ആ ബിഷപ്പ് എന്ന് പറയുന്ന ആളിനെ ചാട്ടവാറ് കൊണ്ടടിക്കണം, യേശുക്രിസ്തു കുരിശയിൽ കിടക്കുന്ന കാരണത്താലാണ് യേശു കുരിശയിൽ ഇറങ്ങി വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ മുഖം അടിച്ച് പൊളിച്ചേനെമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണുവാനിടയായി. ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതിയിൽ പറയുകയാണ്, ഞങ്ങൾ ഈ വോയിസ് ഒക്കെ എടുത്ത് പുറത്തിടുക. ഞാൻ അവരോടായിട്ടാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നിൽക്കുന്ന ഒരു വിഭാഗം യൂട്യൂബേഴ്സ് എന്ന് പറയുകയാണ്, നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വിടുമ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ, എനിക്കറിയാവുന്ന പല കാര്യങ്ങൾ ഞാൻ പബ്ലിക്കിനോട് വന്ന് കൃത്യമായിട്ട് പറയാം. അതും തെളിവുകളോടുകൂടി ക്യാമറയിൽ വന്ന തെളിവുകളുണ്ട് പല കാര്യങ്ങൾ. അത് വെച്ച് ഞാൻ പല കാര്യങ്ങൾ പറയാനിടയാകുമ്പോൾ പലർക്കും അത് മുറിവേൽക്കപ്പെടും. എനിക്കിപ്പോ അതിന് തുനിയേണ്ട ആവശ്യമില്ലെന്ന് ഓർത്ത് ഞാൻ സൗമ്യമായിട്ട് എന്റെ കാര്യം നോക്കി ഞാൻ മുമ്പോട്ട് പോവുകയാണ്. സായി കൃഷ്ണനോട് എനിക്ക് പറയാനുള്ളത്, എന്റെ മുഖം അടിച്ചു പൊളിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ, സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. എനിക്ക് നിങ്ങളോട് പകയില്ല, വൈരാഗ്യമില്ല, ദേഷ്യമില്ല ഒന്നും. പക്ഷെ നിങ്ങൾക്കത് പറയുവാനുള്ള ആ ചേതോവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ഉടനെ നിങ്ങൾ എന്നെ അടിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ചാട്ടവാറുകൊണ്ട് എന്നെ അടിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞു. എന്നെ അങ്ങനെ അടിക്കുവാൻ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു എന്താണ് പറയേണ്ടത്, നിങ്ങൾ എനിക്ക് ഇത്രയും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതാണ്. ബ്ലഡ് പ്രഷറിന് ഞാൻ വളരെ നീണ്ട വർഷക്കാലം 2 നേരം മെഡിസിൻ എടുക്കുന്ന ഒരാളാണ്. ഒരു പേഴ്സണൽ കാര്യങ്ങളല്ലാതെ എന്നെ മുറിവേൽപ്പിക്കുന്ന പല കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് പല യൂട്യൂബേഴ്സ് ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് വേദനിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഉച്ചത്തിൽ സംസാരിച്ചിട്ടുണ്ട്. എന്റെ വായ അടയ്ക്കണം, മിണ്ടാതിരിക്കണം, അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് പോലാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്നോട് ചോദിക്കുന്ന പല ആൾക്കാരും മയക്കുമായിട്ട് സീക്രട്ട് ഏജന്റ് സായിയുടെ അടുത്തേക്ക് ചോദിച്ചപ്പോഴാണല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞ് എന്റെ മുഖം അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചാൽ ഇപ്പൊ നിങ്ങളോട് പറയാണ്, ഒരിക്കലും അദ്ദേഹത്തോട് എനിക്കൊരു പകയല്ല, ദേഷ്യമല്ല. അദ്ദേഹം ഇനി അഥവാ അടിക്കാൻ വരുന്നുണ്ടെങ്കിൽ എന്റെ വീട് ചങ്ങനാശ്ശേരിയിലാണ്, ഞാൻ ലൊക്കേഷൻ അയച്ചാൽ നേരിട്ട് വന്ന് എന്റെ മുഖം അടിച്ചു പൊളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അതിനെനിക്ക്. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകാരെ, നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലേ, എല്ലാ നന്മ മരങ്ങളെയും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അവരൊക്കെ നമ്മൾ നെഞ്ചിലേറ്റുന്നവരാണ്. പ്രത്യേകിച്ച് അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മുടെ പ്രിയ കലാകാരനായിട്ടുള്ള കൊല്ലം സുധിയുടെ കുടുംബത്തിന് ഒരു കൈത്താങ്ങായിട്ട് വന്നപ്പോൾ നമ്മൾ ഒരുപാട് പേര് അഭിനന്ദിച്ച ഒരു വ്യക്തിത്വമുണ്ട്. നമ്മുടെ അച്ഛൻ അറിയാലോ എല്ലാവർക്കും. ഇപ്പം പുള്ളി എയറിലാണ്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്ന ചില വോയിസ് ക്ലിപ്പുകൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോകും. പുറമേക്ക് വലിയ പുണ്യാളൻ കളിച്ച് ഉള്ളിൽ കറുത്ത നാടകങ്ങളൊക്കെ കളിക്കുന്ന ഒരു നന്മ മരത്തിന്റെ മാസ്ക് ആണ് കൂട്ടുകാരെ ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുന്നത്. എൻ്റെ അച്ഛാ, ഞാൻ ഞങ്ങളൊരു ചേച്ചി അവിടെ ബഹ്റിനി വരുന്നുണ്ടായിരുന്നു, അവർ വന്ന് നാട്ടിലുണ്ട്. ഇപ്പം ഞാൻ ഫ്ലോട്ട് കാണിക്കാം എന്നൊക്കെ പറഞ്ഞു, കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എന്നെ ചോദിച്ചു, ഈ ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുത്തായിരുന്നു ഞാൻ ഫ്ലോട്ടിന്. അച്ഛനാണ് നേരത്തെ എനിക്കുന്ന ഫ്ലോട്ട് ഇത്ര വീതി കാര്യങ്ങൾ കാണിച്ചെല്ലാം കാണിച്ചു. അവർ ഇഷ്ടപ്പെട്ടായിരുന്നു. അവർ ഈ സ്ഥലം മേടിച്ചിട്ട് തന്നെ വീടും വെച്ചിട്ട് അവർ പോകേണ്ട പ്ലാനായിരുന്നു. അവരെന്നെ ചോദിച്ചു, ഇന്ന് വിളിച്ചിട്ട് ചോദിക്കുക, ഏർപ്പെടുത്തി അഭിനയിക്കുന്ന അവിടെ ഇതിലാണോ, അങ്ങോട്ടൊന്നും ഞങ്ങളില്ലെന്ന് പറഞ്ഞു. അച്ഛൻ്റെ ശരിക്കും നമ്മളൊന്നും അച്ഛനെ കുറ്റം പറഞ്ഞല്ല, നമ്മൾ ചെയ്ത് എന്നാ പറയുക, ഇപ്പം കാണിക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ അച്ഛനാണല്ലോ ആരായാലും പറയാതിരിക്കും. അതിനകത്ത് ഇപ്പം എന്നാ പറയുക, ആ ഫ്ലോട്ടൊന്നും വിറ്റ് പോകില്ല, അതാ ഇവള് കാണിക്കുന്ന പരിപാടി. എന്നിട്ട് ഇവള് ഫ്ലോട്ടിൽ കയറി ഇമാരായിട്ട് കയറുന്ന കാര്യങ്ങൾ അതെന്നെ അറിയാം. ഒന്നെങ്കിൽ അറിയാം, അത് അച്ഛൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണം. ഞാൻ തമാശ പറഞ്ഞല്ലേ, അച്ഛനെ എനിക്കറിയാം, അതുകൊണ്ട് എന്നെ അറിയാം. എനിക്ക് നമുക്ക് കളയാൻ പറ്റുമോ? അത്രയും ഒരു പ്രോപ്പർട്ടി നമ്മൾ റെഡിയാക്കിയിട്ട സ്ഥലത്ത് അത്രയും റെഡിയാക്കി എന്നാ അറിയാം, അത് പൊന്നും വിലയ്ക്ക് പോണ സാധനങ്ങളാണ് മൊത്തം, അങ്ങ് താഴെ വരെ.
ഞാനിതെല്ലാം ഇതിനകത്ത് ഈ ഫേസ്ബുക്കിൽ ഇത് കാണുന്നുണ്ട്, പക്ഷെ കണ്ടിട്ട് തന്നെ നമ്മൾ കാണുക. ഞാനൊന്നും ലൈക്കല്ല, ഒരു കമന്റ് പോലും ഇടാൻ പോകുന്നില്ലേ, ലൈക്ക് ഞാൻ പോകപ്പിടിക്കും. പിന്നെ അത് നിങ്ങൾ വെട്ടുപോതാ ഭയങ്കരം, എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ അവരെന്ന് പറഞ്ഞു വേണ്ട, നീ വേറെ വല്ലതും മാമൂടോ അല്ലെങ്കിൽ തെങ്ങണ സൈഡിൽ തെങ്ങണ അവിടെ എവിടെയെങ്കിലും നോക്കാൻ പറഞ്ഞു. ഇവര് താമസിക്കുന്ന തരത്തിലെന്ന് പറഞ്ഞു. നോക്കൂ, കാര്യം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഈ രേണുസുതിക്കും മക്കൾക്കും അച്ഛൻ സ്ഥലം കൊടുത്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരവിടെ വീടും വെച്ചു. അതൊരു വലിയ ഒരു നന്മയായിട്ട് നമ്മൾ കാണുകയും ചെയ്തു. എന്നാൽ ആ വീടിന്റെ തൊട്ടടുത്ത് അച്ഛൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന വേറെയും കുറേയേറെ പ്ലോട്ടുകളുണ്ട്. പക്ഷെ ആ പ്ലോട്ടുകളൊന്നും വിറ്റുപോകാത്തതിന്റെ കാരണം രേണുസുതിയാണ്. അതായത് രേണുസുതി അവിടെ താമസിക്കുന്നത് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രോക്കറെ കൊണ്ട് വോയിസ് മെസ്സേജ് ഒക്കെ ഉണ്ടാക്കിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ ബ്രോക്കറൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛൻ അവൾ അവിടെ ഉള്ളത് കൊണ്ട് ബഹ്റിനിലുള്ള പാർട്ടിക്ക് ഈ ഒരു സ്ഥലം വേണ്ട എന്ന് വെച്ചു. ശരിക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു പക്കാ സ്ക്രിപ്റ്റഡ് നാടകമാണ് എന്നുള്ളത്. ഇതിലും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഈ വോയിസ് ക്ലിപ്പ് അച്ഛൻ തന്നെ കേരളത്തിലെ പ്രമുഖ യൂട്യൂബർമാർക്ക് പേഴ്സണലായിട്ട് അത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് ഇത് വെച്ച് നല്ലൊരു വീഡിയോ ചെയ്യണം, അവളെ വലിച്ചു കീറണം എന്നൊക്കെ. ഹലോ അനീഷേ, ഇത് കണ്ടായിരുന്നു ഈ സംഭവം ഒന്ന് നോക്കിയിട്ട് ഇതനുസരിച്ച് ഒരു നല്ല വീഡിയോ ചെയ്യണം. ഇത് കണ്ടിട്ട് നല്ല സൂപ്പർ ഒരു വീഡിയോ ചെയ്യണം, മറന്നു പോകല്ലേ. എന്നിട്ട് എന്നെ സമയം പോലെ സൗണ്ട് ക്ലിയർ ആയാലും തിരിച്ചു വിളിക്കണം, മറന്നു പോലെ. ഓക്കെ, ആർക്കല്ല അത്യാവശ്യമായിട്ട് എന്നെ തിരിച്ചു വിളിക്കണം, സുഖം ആയാൽ ഉടനെ. ഒക്കെ വന്നിട്ട് ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു കലാകാരൻ മരിച്ചുപോയി, അവർക്ക് കയറി കിടക്കാൻ പറഞ്ഞില്ല ബിഷപ്പെ, എവിടെയെങ്കിലും ഒരു ഇച്ചിരി സ്ഥലം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണായ സ്ഥലം കൊടുത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു ഉപകാരമാണ് ചെയ്തത്. പക്ഷെ ഈ നാറി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അദ്ദേഹം അറിഞ്ഞില്ല. അതിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, 24 മണിക്കൂറും ദൈവനാമം എന്നൊക്കെ ജപിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു ആത്മീയ മനുഷ്യനാണ് ഈ ഒരു നോമ്പ് കാലത്ത് ഇരുന്ന് യൂട്യൂബർമാർക്ക് കൊട്ടേഷൻ കൊടുക്കുന്നത്. സത്യത്തിൽ ഇതിനെതിരെ റിയാക്ട് ചെയ്ത യൂട്യൂബർമാരെ, പ്രത്യേകിച്ച് നമ്മളൊരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ അനീഷ് വ്ലോഗ് പോലെയുള്ളവരെ, നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ബിഷപ്പ് വന്ന് ഒരു ഓഡിയോ തരുമ്പോൾ അത് ആരും വിശ്വസിച്ചു പോകും. വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരത് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ആ യഥാർത്ഥ മാസ് മൈൻഡ് ആരായിരിക്കും? അത് ഈ ഒരു നന്മമരം തന്നെയാണ് കേട്ടോ. എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്ത് രേണുവിനെ മാനസികമായിട്ട് തകർത്ത് എനിക്ക് ഈ സ്ഥലം വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കാനായിരിക്കും ഈ കളിയൊക്കെ കളിക്കുന്നത്. ഒരു പെണ്ണും 2 മക്കളുമുള്ള ഒരു കുടുംബത്തെ ഇങ്ങനെയൊക്കെയാണോ ഒരു ആത്മീയ ഗുരു സംരക്ഷിക്കേണ്ടത്? എന്തായാലും കൂട്ടുകാരെ, നിങ്ങൾക്കറിയാം ആര് വെളുക്കും ആര് കറുക്കും എന്നുള്ള കാര്യത്തിൽ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമന്റ് ചെയ്യുക. അച്ഛൻ, നമ്മുടെ ഈ ബിഷപ്പ് അച്ഛൻ കാണിച്ചത് ന്യായമാണോ അതോ പക്ക ചതിയാണോ എന്നുള്ളത് എന്തായാലും താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായം അറിയേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വിശകലനവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.